ശിവായ. ഹര ഹര ശിവശങ്കര. ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമോസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും മഹാദേവ പ്രചാരക സംഘത്തിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, എല്ലാവർക്കും പ്രപഞ്ചനാഥനായ മഹാദേവന്റെ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും അമ്മ പാർവതീ ദേവിയിൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, ഇവിടുത്തെ എല്ലാ പ്രഭാഷണങ്ങളും സശ്രദ്ധം നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. സശ്രദ്ധം കേൾക്കുന്നവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ കൂടിയൊക്കെയും കേട്ടിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ പറയുന്നു, ഒരിക്കലും നിങ്ങൾ ഗുരുവിനെയല്ല ആശ്രയിക്കേണ്ടത്, മഹാദേവ പ്രചാരക സംഘത്തെയുമല്ല ആശ്രയിക്കേണ്ടത്, സ്വയംഭൂസ്ഥാനെയുമല്ല ആശ്രയിക്കേണ്ടത്. ഇവിടെ നിന്ന് തരുന്ന വാക്കുകളിൽ കൂടി, ഇവിടെ നിന്ന് തരുന്ന പ്രഭാഷണങ്ങളിൽ കൂടി മഹാദേവനെയാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത്. നോക്കൂ, മറ്റുള്ള ആശ്രമങ്ങൾ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന പ്രഭാഷണങ്ങൾ പോലെയോ സ്വയം പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്വയം മറ്റു നേട്ടങ്ങൾക്കു വേണ്ടിയോ അല്ല മഹാദേവ പ്രചാരക സംഘവും സ്വയംഭൂസ്ഥാനും കൂടി സംയുക്തമായിട്ട് നിങ്ങളിലേക്ക് മഹാദേവന്റെ മഹിമകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ജനങ്ങളെയും, ഈ ഭാരതത്തിൽ ജനിച്ചു ജീവിക്കുന്ന ഓരോ ജനങ്ങളെയും സംസ്കാരപരമായും ബൗദ്ധികപരമായും ആത്മീയപരമായും ഉണർത്തിയെടുത്തുകൊണ്ട് അവരെ ഉയരങ്ങളിൽ എത്തിച്ചുകൊണ്ടും, ഈ ലോകത്ത് എങ്ങനെയാണോ ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് നമ്മുടെ സനാതന ധർമ്മം പറഞ്ഞു തന്നിരിക്കുന്നത്, അതേപോലെ സർവ്വവിധ ഐശ്വര്യങ്ങളോടുകൂടിയും ദുഃഖങ്ങളില്ലാതെയും, ദുഃഖങ്ങൾ വന്നാൽ അതിനെ സമചിത്തതയോടുകൂടി സുഖത്തിലും സന്തോഷത്തിലും ഒരേ മനസ്സോടുകൂടി കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഉണർത്തിയെടുക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത്തരം ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ലഭിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പകർന്നു നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും മഹാദേവനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മനസ്സിൽ ഇങ്ങനെയൊരു പ്രതിജ്ഞ ചെയ്യണം: എനിക്കും എന്റെ മഹാദേവൻ എന്നിൽ പ്രവർത്തിക്കുന്ന അത്ഭുതത്തിന് ഞാൻ ഒരു വലിയ സാക്ഷ്യമായി ഈ ലോകത്തിന് മുന്നിൽ വരണം. നോക്കൂ, അത്തരത്തിൽ ഇവിടെ പ്രാർത്ഥനകൾ ചെയ്യുകയും അത്തരത്തിൽ ഇവിടെ ഉണരുകയും പ്രവർത്തിക്കുകയും ചെയ്ത ജനങ്ങളാണ്, അല്ലെങ്കിൽ സഹോദരന്മാരാണ്, സഹോദരിമാരാണ് ഇന്ന് മഹാദേവന്റെ വലിയ വലിയ അനുഭവ സാക്ഷ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിൽ പറയുക: എന്റെ മഹാദേവ, അമ്മ പാർവതി ദേവി, എനിക്ക് എന്റെ അമ്മയുടെയും എന്റെ പിതാവിന്റെയും എന്റെ മാതാവിന്റെയും ആ അനുഗ്രഹങ്ങൾ, എന്നിൽ ചെയ്തു തന്ന വലിയ നേട്ടങ്ങൾ, എന്നെ സംരക്ഷിച്ചത്, എന്നെ കാത്തു പരിപാലിച്ചത്, എന്റെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചത്, എന്റെ രോഗങ്ങൾ ഭേദമാക്കി തന്നത്, എന്റെ ഇല്ലായ്മകളിൽ പോലും എന്നെ കൈപിടിച്ച് നടത്തിച്ചത്, അല്ലെങ്കിൽ എന്റെ എല്ലാ സൗഭാഗ്യങ്ങൾക്കിടയിലും എനിക്കുണ്ടായിരുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, എന്റെ മക്കൾക്കുണ്ടായിരുന്ന വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എന്റെ ചെറുമക്കൾക്കുണ്ടായിരുന്ന വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എനിക്കെല്ലാം ഉണ്ട് ഭഗവാനെ. അങ്ങയുടെ കൃപയാൽ എനിക്ക് സമ്പത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എന്നിരുന്നാലും എന്നിൽ ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കി തരുന്ന പ്രശ്നങ്ങൾ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ ഫലമായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, ഇതൊക്കെയും അങ്ങ് എനിക്ക് മാറ്റിത്തന്നു എന്ന് പറയുന്നതിന് വേണ്ടി ഒരു സാക്ഷ്യമായിട്ട് എനിക്ക് വരണമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നിൽക്കുക. മഹാദേവന്റെ പ്രവർത്തനം അങ്ങനെയാണ്. നിനക്കിതാരു തന്നു എന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ മുഖത്ത് നോക്കി നെഞ്ചത്ത് കൈവച്ച് ആ മഹാദേവന്റെ ആ ഒരു നാമം പറയുവാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരമാകെ ഒരു പ്രത്യേക ഊർജ പ്രവാഹത്താൽ ആ ചോദിക്കുന്നവന്റെ മുഖത്ത്, അല്ലെങ്കിൽ ചോദിക്കുന്ന ആളിന്റെ മുഖത്ത് നോക്കി പറയണം: എനിക്ക് ഇത് എന്റെ മഹാദേവൻ തന്നതാണ്, എനിക്ക് ഇതെന്റെ പ്രകൃതിയായ അമ്മ പാർവതി ദേവി തന്നതാണ്. ഇത് നിനക്ക് എങ്ങനെ ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ ഇന്നത്തെ ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെ മാറിയെന്ന് നാളെ ഒരാൾ നിന്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടത്? സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ പറയണം: ഇത് എന്റെ മഹാദേവൻ എനിക്ക് തന്നതാണ്, അല്ലെങ്കിൽ ഇതെന്റെ വിശ്വാസം എനിക്ക് തന്നതാണ് എന്ന് പറയണം. എന്താണ് നിന്റെ വിശ്വാസം എന്ന് ചോദിക്കുമ്പോൾ ഓരോ സഹോദരങ്ങളും സഹോദരിമാരും പറയുക: എന്റെ മഹാദേവനിലുള്ള വിശ്വാസമാണ് എന്റെ വിശ്വാസം. ഈ പ്രപഞ്ചനാഥനായ സകല പേരുടെയും ഗുരുവായ ആ മഹാദേവൻ എനിക്ക് തന്നതാണ് ഇത്.
എനിക്ക് തന്നതാണ് ഇതൊക്കെയും എന്ന് പറയണം. അങ്ങനെ പറയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കഷ്ടതയോ ബുദ്ധിമുട്ടോ രോഗങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അത് സഹിക്കുവാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് മഹാദേവൻ തരും. കാരണം ഇവിടെ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ ഗുരു പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഓരോ ജന്മങ്ങളിലും നിങ്ങളായി തന്നെ ഉണ്ടാക്കിയെടുത്ത നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടായി വന്നിട്ടുള്ള ഓരോ ഊർജമുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ആ ഊർജത്തിന്റെ പരിണിത ഫലമായി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവൻ പോകുമ്പോൾ അത് ആത്മാവായി അടുത്തൊരു ജന്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഊർജത്തിന്റെ ആ ഒരു പ്രഭവം അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്, അത് മാറ്റിയെടുക്കേണ്ടതുമുണ്ട്. അങ്ങനെ വരുന്നതിന്റെ സാഹചര്യങ്ങളുടെ ഭാഗമായി നിങ്ങളിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവഹേളനങ്ങൾ, നിന്ദകൾ, പീഡനങ്ങൾ, അയൽക്കാരൻ നിന്ദിക്കുന്നു, പണം കടമാങ്ങിയവൻ ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ചില രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നു, ഭവനമില്ലാതെ കഷ്ടപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളെ ഒരു കുറവില്ലാത്ത രീതിയിൽ കൈപിടിച്ച് ആ കഷ്ടതയുടെ മറുകര കടക്കുന്നത് വരെ നിങ്ങളുടെ കൈപിടിച്ച് കൊണ്ടു നടക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിയുമ്പോൾ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സമയവും അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യവും മഹാദേവൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കിടയിലും നിങ്ങളുടെ ദുരിതങ്ങൾക്കിടയിലും നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടുകൂടി നിങ്ങൾ ഭയമില്ലാതെ നടക്കുന്ന സമയത്ത് നിങ്ങളെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ എന്നും കാണുന്ന ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും നിനക്കെങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുവാൻ കഴിയുന്നു? നിനക്കെങ്ങനെ സമാധാനമായി ഉറങ്ങുവാൻ കഴിയുന്നു? നിനക്കെങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുവാൻ കഴിയുന്നു? അപ്പോൾ ആ ചോദിക്കുന്ന സുഹൃത്തിന്റെ മുഖത്ത് നോക്കി തന്നെ എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ പറയണം, ഇതെന്റെ വിശ്വാസമാണ്. എന്ത് വിശ്വാസമാണ്? എന്റെ മഹാദേവൻ എന്റെ കൂടെ നടക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. എന്റെ മഹാദേവൻ എന്റെ കൈ പിടിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. എന്റെ മഹാദേവൻ എന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. ഈ ശരീരം എന്റേതല്ല, ഞാനിവിടെ ഉപേക്ഷിച്ചു പോകേണ്ടതാണ്. പക്ഷെ എന്റെ ആത്മാവ് നിറയെ എന്റെ മഹാദേവൻ വന്ന് കൂട്ടിക്കൊള്ളുന്നു എന്നുള്ള വിശ്വാസമാണ്. ഞാൻ നടക്കുന്ന ഈ പ്രകൃതിയിൽ എന്റെ അമ്മ പാർവതി ദേവിയുടെ സുഗന്ധവും എന്റെ അമ്മ പാർവതി ദേവിയുടെ പരിലാളനയും എന്റെ അമ്മ പാർവതി ദേവിയുടെ ഒരു കൊച്ചു കുട്ടിയോടെന്ന പോലുള്ള എന്നോടുള്ള കരുണയും എന്നോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അത്ഭുതം തോന്നാം. അങ്ങനെയൊരു വിശ്വാസമുണ്ടോ? അങ്ങനെയൊരു വിശ്വാസമുണ്ടോ? ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയും ഇല്ലേ? ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ അതിൻ്റെതായ സാമ്പത്തിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റെതായ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെയും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയണം, അത് നിങ്ങൾക്ക് എനിക്ക് ഈ ലോകത്ത് ജീവിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളും എന്റെ ഇപ്പോഴത്തെ ദുരിതവും എന്റെ ഇപ്പോഴത്തെ ഈ അവഗണനയും എന്നോടിപ്പോൾ എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും അല്ലെങ്കിൽ എന്റെ അച്ഛനോ അമ്മയോ മക്കളോ എന്റെ സുഹൃത്തുക്കളോ എന്നോട് കാണിക്കുന്ന ഈ അവഹേളനയും എനിക്കൊരു പ്രശ്നമല്ല. കാരണം എന്നെ എന്റെ മഹാദേവൻ ചേർത്ത് പിടിച്ചിരിക്കുന്നു. എന്നെ എന്റെ പ്രപഞ്ച പിതാവ് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഞാൻ ഒന്ന് കൈ നീട്ടി വിളിച്ചപ്പോൾ ആ നീട്ടിവെച്ച കൈയിൽ എന്റെ മഹാദേവൻ എന്നെ അമർത്തി പിടിച്ചിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞാൻ നടക്കുന്നതാണ്. പക്ഷേ സുഹൃത്തെ, എന്റെ ഈ കൈ പിടിച്ചുകൊണ്ട് എന്റെ മുന്നിൽ മഹാദേവനുണ്ട്. നിങ്ങൾ കാണുന്നത് ഞാൻ വെറും നിലത്തോ അല്ലെങ്കിൽ ഒരു പായയിലോ കിടന്നുറങ്ങുന്നതാണ്, അല്ലെങ്കിൽ കട്ടിലിൽ കിടന്നുറങ്ങുന്നതാണ്. പക്ഷെ സുഹൃത്തെ, ഞാൻ കിടന്നുറങ്ങുന്നത് എന്റെ മഹാദേവന്റെ മടിയിലാണ്. സുഹൃത്തെ, നിങ്ങൾ കാണുന്നത് ഞാൻ എന്റെ കൈകൊണ്ട് ആഹാരം കഴിക്കുന്നതാണ്. സുഹൃത്തെ, നീ അതങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഞാൻ കഴിക്കുന്ന ആഹാരം എന്റെ അമ്മ പാർവതി ദേവിയും എന്റെ അപ്പൻ മഹാദേവനും എനിക്കൊരു കുഞ്ഞിനോടെന്ന പോലെ വാരി ഉരുട്ടി എന്റെ വായിലേക്ക് വെച്ച് വിളമ്പി തരുന്നുണ്ട്. അത് നീ കാണുന്നുണ്ടോ? ഈ അനുഭവം വേണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ചുറ്റുപാടുമുള്ളതെല്ലാം മിഥ്യയായി കണ്ടുകൊണ്ട് നമ്മൾ മഹാദേവനിലേക്ക് ചുരുങ്ങണം. നമ്മൾ മഹാദേവനിലേക്ക് ഒതുങ്ങണം. ആവശ്യമുള്ള സമയത്ത് എന്ത് പ്രവർത്തിക്കണമെന്നും ആവശ്യമുള്ള സമയത്ത് എന്തു ചെയ്യണമെന്നും നിങ്ങൾ ഒരു കാര്യം ഗുരു ഇവിടുന്ന് ഉറച്ചു പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ തലയ്ക്കു താങ്ങാൻ പറ്റാത്തതായിട്ടൊന്നും മഹാദേവൻ നിങ്ങൾക്ക് തരില്ല. നിങ്ങൾക്കൊരു അപകടത്തിൽ നിങ്ങളുടെ കയ്യോ കാലോ നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ
ആ അപകടം നടക്കേണ്ടതൊരു വിധിയാണെന്നിരിക്കെ ആ അപകടം നടന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ മുറിപ്പാട് തന്നുകൊണ്ടത് മഹാദേവൻ അത് ആ ഒരു വിധിയെ നടപ്പാക്കി എന്ന് വിടും. വിധി നടന്നേ മതിയാകൂ. സൂര്യൻ ഉദിക്കുന്നത് പോലെ, കടലിൽ തിരമാല പോലെ ഒരു മനുഷ്യന്റെ മേൽ നടപ്പാക്കേണ്ട വിധികൾ നടന്നേ മതിയാകൂ. പക്ഷേ വിധി നടന്നിരിക്കും. നമുക്ക് ബുദ്ധിമുട്ടോ കേടുപാടുകളോ ഒന്നും സംഭവിക്കുകയില്ല. ഇത്തരത്തിലുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഇന്ന് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. നോക്കൂ മക്കളെ, നമ്മളെല്ലാവരും ഉറങ്ങാൻ കിടക്കുന്നു. ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരമുണ്ട് എന്നുള്ളൊരവസ്ഥ നമുക്കില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ബോധമുണ്ട്. ആ ബോധമുള്ളത് കൊണ്ടാണ് നമ്മൾ രാവിലെ ഉണരുന്നത്, അല്ലെങ്കിൽ ബോധമുള്ളത് കൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ ബോധമുള്ളത് കൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഉണർന്നു വരുന്നത്. ഈ ബോധം എന്ന് പറയുന്നത് ഗുരു പ്രപഞ്ചോൽപത്തിയിൽ പറഞ്ഞു, മനസ്സായിട്ട് ഈ സൃഷ്ടി നടക്കുന്ന സമയത്ത് ഈ ലോകത്തുണ്ടായിരുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഉറങ്ങുന്നത് പോലെയല്ല നമ്മുടെ മരണം എന്ന് പറയുന്നത്. ഈ ബോധം നമ്മുടെ ശരീരത്തിൽ തന്നെ നിൽപ്പുണ്ട്. ഒരു മനുഷ്യൻ പൂർണ്ണമായി മരിച്ചു കഴിയുമ്പോൾ ഈ ബോധം എവിടെ മാറും? ആത്മാവായിട്ട് ഈ പ്രപഞ്ചത്തിൽ ലയിക്കുന്നു. അതിന്റെ ഒരു ഉദാഹരണം കഴിഞ്ഞ കഥയിൽ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ വാഹനം അപ്രത്യക്ഷമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ ഗുരു പറഞ്ഞു തന്നില്ലേ? അങ്ങനെ ഇത്തരത്തിൽ നമ്മൾ എന്താണെന്നും നമ്മൾ എങ്ങനെയാണെന്നുമുള്ള കാര്യം മനസ്സിലാക്കി നമ്മളൊരു തീരുമാനത്തിലെത്തണം. എനിക്ക് ഇനി ഇടം വലം ആരും വേണ്ട, മുന്നും പിന്നും ആരും വേണ്ട. കാരണം എന്റെ മഹാദേവൻ എന്റെ ഒപ്പമുണ്ട്, എന്റെ മഹാദേവൻ എന്റെ ഒപ്പമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. ഈ അടുത്ത കാലത്ത് മഹാദേവ പ്രചാരക സംഘത്തിന്റെ പ്രഭാഷണം സ്ഥിരമായി കേൾക്കുന്ന ഒരു യുവാവ് ഒരു ഫോട്ടോ അയച്ചു തന്നു, ഒരു മെസ്സേജ് അയച്ചു തന്നു. ഒരു ചെറിയ വീടാണ്, പൂജയ്ക്ക് വേണ്ടി പ്രത്യേക മുറികളോ സൗകര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹം കിടക്കുന്നതിന്റെ ഒരു വശത്തായിട്ട് ഒരു ചെറിയ ഫ്ലൈവുഡോ തടികളോ എന്തോ കൊണ്ട് തീർത്തൊരു ഒരു അമ്പലം പോലൊരു ഒരു ചെറിയൊരു ഒരു എന്താ പറയുന്ന ഒരു ഈ പൂജാബിംബങ്ങളൊക്കെ വെക്കുന്ന പോലൊരു ഒരു സംഭവം ഒരു മൂലയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തൊരു ശിവലിംഗം വെച്ചിരിക്കുന്നു. അതിനകത്തൊരു ശിവലിംഗം വെച്ചിട്ട് അതിന്റെ മുന്നിൽ ചന്ദന തിരി കൊളുത്തി വെക്കുന്നു, ചുറ്റും ഭസ്മം വെച്ചിരിക്കുന്നു. എന്നോട് പറയുകയാണ്, എല്ലാ ദിവസവും രാവിലെ അവിടെ ഇരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഞാൻ അതിൽ നിന്ന് ഭസ്മവും തൊട്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്നു, ധാര നടത്താറുണ്ട്. ഗുരുവെ, ഒരു സംശയം എന്ന് പറയുന്നത്, ഞാൻ കിടക്കുന്നതിന്റെ വശത്തായിട്ടാണ് ശിവലിംഗം വച്ചിരിക്കുന്നത്. എനിക്കതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കതിലെന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ? ഗുരു ചോദിച്ചു, മകനെ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് തന്നെയാണ് ഗുരു തിരിച്ചു ചോദിച്ചത്. മകനെ, നിനക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭഗവാൻ അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. മകൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ പണ്ട് കാലം മുതലേ കേട്ടുവന്ന കാര്യങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഉള്ളിലൊരു ഭയം തോന്നുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ വെക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഒരു ആകുലതയുണ്ട് ഗുരുവേ എന്ന് പറയും. അപ്പോൾ വീണ്ടും ഗുരു എഴുതി ചോദിച്ചു, മകനെ, നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഭഗവാന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം മകൻ താമസിക്കുന്ന വീട് പെട്ടെന്ന് മാഞ്ഞുപോയാൽ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, മകനി ആ ഒരു പ്രകൃതിയുടെ ആ ഒരു പ്രദേശത്ത് മകൻ അവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. അവിടെ നിന്ന് മകന്റെ ശരീരവും മാഞ്ഞുപോയാൽ മകന്റെ ഉള്ളിലിരിക്കുന്ന ജീവൻ ആ പ്രദേശത്തെ അന്തരീക്ഷത്തിലേക്ക് നിൽക്കുന്നതായി മാറും. അവിടെ തന്നെയാണ് ഭഗവാൻ നിൽക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം മായയാണ്. ഭഗവാൻ, അതായത് മകൻ ആ നിർമ്മിച്ച വീടും മകൻ കിടക്കുന്ന കട്ടിലും മകൻ ഉറങ്ങുന്ന പ്രദേശവും മുറിയുമെല്ലാം മനുഷ്യൻ കെട്ടിത്തിരിച്ചതാണ്. മകന് കിടന്നുറങ്ങുവാൻ വേണ്ടി, മഴയും വെയിലും കൊള്ളാതിരിക്കുവാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. അത് മാഞ്ഞു പോകുന്നതാണ്. അത് മാഞ്ഞു പോകുമ്പോൾ ഈ പ്രകൃതി ഇതുപോലെ തന്നെ നിൽക്കുന്നു. ഈ പ്രകൃതി എങ്ങനെ പ്രപഞ്ചവുമായി ലയിച്ചു നിൽക്കുന്നു? അപ്പോൾ മകനും അതിൽ ലയിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാനും അവിടെ ലയിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ മുറിവെട്ടി വേർതിരിച്ചതും അല്ലെങ്കിൽ അവിടെ ഒരു കട്ടിൽ കൊണ്ടിട്ടതും ഒക്കെയും മായ കാഴ്ചയല്ലേ മകനെ? ഇത് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹത്തെ വീണ്ടും ഗുരു കുറച്ചു നല്ല കാര്യങ്ങൾ കൂടി എഴുതി. അങ്ങനെ ഒന്ന് രണ്ട് തവണ വായിക്കുവാൻ പറഞ്ഞു. മനസ്സിലാകാത്ത കാര്യം വേറൊന്നുമില്ല. നമ്മൾ അറിവായ കാലം മുതൽ ഓരോ ഹിന്ദു മക്കളും കേട്ടുവന്നിരിക്കുന്ന ഒരു കാര്യം, പാടില്ല. ദൈവം, ഭഗവാൻ, ഈശ്വരനുമായി അടുക്കുവാൻ പോലും പാടില്ല. ശരിയല്ലേ?
ആ പാടില്ല. അതിന് പ്രത്യേക ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്കും പാടില്ല. അതിനും ഒരു അകലമുണ്ട്. ആർക്കും പാടില്ല. ഭഗവാനുമായി സംസാരിക്കുവാനോ ഭഗവാനുമായി ഇടപഴകുവാനോ ഭഗവാന്റെ കൂടെ ഒരുമിച്ച് നിൽക്കുവാനോ പാടില്ല. പാപം കിട്ടും. അല്ലെങ്കിൽ പാടില്ല, അത് ദോഷമാണ്. എന്ത് ദോഷം? ഇതൊക്കെ കേട്ട് 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 എന്ത് ചെയ്തു? ഈശ്വരനും മനുഷ്യനുമായിട്ടൊരു അകൽച്ച രൂപപ്പെട്ടു. ഈ അകൽച്ചയെ മുതലെടുക്കുന്നതാണ് ഇന്നത്തെ എല്ലാവരുമല്ല, ഗുരു വീണ്ടും പറയുന്നു, കുറെ കപടന്മാരായ പ്രവാചകന്മാരും ജ്യോതിശാസ്ത്രജ്ഞന്മാരും. ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച എന്നുണ്ടായോ അതിനിടയ്ക്ക് നിന്നുകൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നവരാണ് ഗുരു നേരത്തെ പറഞ്ഞ ആൾക്കാർ. അതുകൊണ്ട് മക്കളെ, ആ ഇടയ്ക്ക് നിൽക്കുന്നവനെയൊക്കെ നിങ്ങൾ പുറങ്കാൽ കൊണ്ടങ്ങ് തട്ടിക്കളയുക. ഇതാണ് ഇവിടുന്ന് പറയുവാനുള്ളത്. ദൈവത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നത് ആരാണ്? ആ വിശ്വാസത്തെയും ആ വ്യക്തിയെയും അങ്ങനെയുള്ള സംഘടനകളെയും ഒക്കെയും അങ്ങ് മറക്കുക, എടുത്ത് തട്ടിക്കളയുക, ദൂരെ കളയുക. കാരണം മഹാദേവൻ എല്ലാവരുടെയും പിതാവാണെന്നിരിക്കെ നിങ്ങളുടെയും പിതാവാണ്, നിന്റെയും പിതാവാണ്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ പിതാവാണ്, നിന്റെയും പിതാവാണ്, നിന്റെയും പിതാവാണ്, നിന്റെയും പിതാവാണ്. അല്ലേ? അത് തന്നെയല്ലേ സ്വയംഭൂസ്ഥാൻ മഹാദേവ പ്രചാരക സംഘത്തിൽ കൂടി ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നത്? അല്ലേ? ഇടനിലക്കാരൻ വേണമെന്നാണോ പറയുന്നത്? അല്ല. ഇവിടെ നിന്ന് ഞങ്ങൾ ചെയ്തു തരുന്നത് എന്താണ്? ഇവിടെ മാസം തോറും വരുന്ന പൗർണമിയിൽ ഞങ്ങൾ ഭഗവാന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകളും ഞങ്ങൾ ചെയ്യുന്ന ആരതികളും കാര്യങ്ങളും ഉണ്ട്. അതിന് ഇവിടെ പേര് തന്നിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി മന്ത്രോച്ചാരണം നടത്തുന്നുണ്ട്. അത് മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഒരു മന്ത്രം ഒരു വ്യക്തിയെ കൊണ്ട് ജപിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങളെ മാറ്റുന്നു. ഇല്ലേ? അതുകൊണ്ട് ഇവിടെ പറയുന്നു, ആ മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് മുഖേന നിങ്ങളുടെ വിഷയങ്ങളെല്ലാം നിങ്ങൾ ജപിക്കുന്നത് പോലെ ഇരിക്കും. അത് ഞങ്ങളുടെ കഴിവല്ല. അങ്ങനെ ജപിച്ച് അതിന്റെ പൂർണ്ണതയിലെത്തിയ ആൾക്കാരുണ്ട്. എന്നാൽ ഇന്നോ മന്ത്രത്തെ കച്ചവടമാക്കുന്ന ആൾക്കാരില്ലേ? ഇതിൽ പല ആൾക്കാരുമുണ്ട്. ഗുരുവിനറിയാം, 1000 രൂപയ്ക്ക് മന്ത്രം, 500 രൂപയ്ക്ക് മന്ത്രം, ആ പണം അയച്ചു കൊടുത്താലേ മന്ത്രം കൊടുക്കുക. അങ്ങനെ ജപിച്ചിട്ട് കാര്യമില്ല മക്കളെ. മന്ത്രം എന്ന് പറയുന്നത് എന്തുവാ? നിങ്ങൾ കസ്റ്റമർ അല്ല. മന്ത്രം വിൽക്കുവാൻ ഒരു കടയിലോ ഒരു ഷോപ്പിലോ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. മന്ത്രം വിൽക്കുവാനുള്ളതല്ല. എന്നാൽ ഒരു ഗുരു തരുന്ന മന്ത്രം ജപിച്ച് അതിന് അതിൻ്റെതായ ഫലം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷപൂർവ്വം ഒരു ദക്ഷിണ കൊടുക്കാം. ഒരു സന്തോഷപൂർവ്വം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അന്നദാനം നടത്താം. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പരിസരത്ത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫലം എത്തിക്കഴിയുമ്പോൾ അങ്ങനെ ചെയ്യാം. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഗുരു കാണുന്നുണ്ട്, മഹാദേവ പ്രചാരക സംഘം കാണിച്ചു തന്നിട്ടുണ്ട്, അത്ര ആൾക്കാരെ വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർ പറയുന്നത് 500 1000 ഒക്കെ തന്നാൽ മന്ത്രം തരാം, പൈസ വന്നിട്ട് ഉറപ്പിച്ചാലേ മന്ത്രം തരത്തുള്ളൂ എന്നൊക്കെയാ പറയുന്നത്. അതെന്ത്? മഹാദേവൻ നിങ്ങളെ എല്ലാവരെയും ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മഹാദേവന്റെ പേരിൽ ഇവിടെ ജ്യോതിശാസ്ത്രവും അല്ലെങ്കിൽ മഹാദേവന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും മന്ത്രങ്ങളും നൽകുന്നവർ എന്ത് ചെയ്യണം? മഹാദേവൻ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കണ്ടേ? വേണ്ടേ? മഹാദേവൻ ഇവിടെ ജനനന്മയ്ക്കായി തന്നിരിക്കുന്ന മന്ത്രങ്ങളും ജനനന്മയ്ക്കായി തന്നിരിക്കുന്ന വാക്കുകളും ജനനന്മയ്ക്കായി തന്നിരിക്കുന്ന ശ്ലോകങ്ങളുമെല്ലാം വിൽപ്പന ചരക്കാക്കുകയാണോ വേണ്ടത്? അല്ല. അത് പൂർണ്ണ മനസ്സോടുകൂടി ജപിച്ച് ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ മാറണേ മഹാദേവ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് നൽകുമ്പോൾ ആ വ്യക്തിയും വിശ്വാസത്തോടുകൂടി ജപിക്കുമ്പോൾ അവിടെ ഫലമുണ്ടാവും. അത് ഫലമുണ്ടാകുമെന്ന് മഹാദേവൻ പറഞ്ഞിട്ടുണ്ട്. ഫലമുണ്ടാക്കി തരുമെന്നുള്ളത്. അങ്ങനെ ഫലമുണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണയോ എന്തെങ്കിലും കൊടുക്കാം. അത് ഗുരു തെറ്റു പറയുന്നില്ല. അത് നിങ്ങളുടെ മനസ്സാണ്. അല്ലാതെ മുൻകൂറായിട്ട് നമ്മൾ ഒരു ചന്തയിൽ പോയിട്ട് പച്ചക്കറിയോ മുരിങ്ങക്കായോ മീനോ വാങ്ങുന്നത് പോലെ പണം കൊടുത്ത് വാങ്ങാനുള്ളതല്ല മന്ത്രം. അതിന് ഫലമുണ്ടാകില്ല മക്കളെ, അതിന് ഫലമുണ്ടാകില്ല. അത് പറയാൻ ഗുരു.
ഇവിടെ അനേകം ഋഷിവര്യന്മാർ പലർക്കും മന്ത്രം ഉപദേശിച്ചു. എന്തെങ്കിലും വാങ്ങിയോ? നമസ്കരിച്ചു നിന്നതല്ലാതെ എന്തെങ്കിലും വാങ്ങിയോ? അല്ലെങ്കിൽ അവരുടെ നമസ്കാരം സ്വീകരിച്ചതല്ലാതെ എന്തെങ്കിലും വാങ്ങിയോ? ഇല്ല. നേരത്തെ ഗുരു പറഞ്ഞതുപോലെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും വിശപ്പും ദാഹവും മനത്തിൽ കൂടി നടക്കുമ്പോൾ വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കുവാനുള്ള അതിബല മന്ത്രം കൊടുത്തപ്പോൾ എന്തെങ്കിലും കൊടുത്തോ? ഇല്ല. നമസ്കരിച്ചു, നന്ദി ഗുരുവേ എന്ന് പറഞ്ഞു, ഇല്ലേ? അപ്പോൾ അത്തരത്തിൽ എല്ലാ മുനിവര്യന്മാരും ഇവിടെ മഹാദേവൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് മൃത്യുഞ്ജയ മന്ത്രവും ശിവകവച മന്ത്രവും പാശുപതാസ്ത്ര മന്ത്രവും ഒക്കെയും കൊടുത്തിട്ടുണ്ട്. മഹാദേവൻ കൈനീട്ടിക്കൊണ്ട് നിന്നല്ല കൊടുത്തതാണ്. അത് ഉപയോഗിക്കുന്നത് പോലിരിക്കും അതിന്റെ ഫലം കിട്ടുവാൻ. അതുപോലെ മന്ത്രം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു അസ്ത്രമാണ്. അത് മനസ്സിലാക്കണം. അതിന്റെ ഞാണും അതിന്റെ വില്ലുമൊക്കെയും എന്ന് പറയുന്നത് മഹാദേവന്റെ അനുഗ്രഹമാണ്. നിങ്ങൾ ആ അസ്ത്രം എങ്ങനെ ആ മഹാദേവന്റെ ആ വിശ്വാസം എന്ന ആ അമ്പിലേക്ക് ആ വിശ്വാസം എന്ന ആ വില്ലിലേക്ക് വച്ചിട്ട് നിങ്ങൾ എത്രത്തോളം ശക്തിയോടുകൂടി ജപിച്ചു വലിച്ചു വിടുന്നുവോ അതിനതിന്റെ ബലമുണ്ട്. അതുകൊണ്ട് ഗുരു ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഇവിടെ കുറച്ചു പേർക്കൊക്കെ അങ്ങനെ അത്തരത്തിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഹാദേവനിലുള്ള വിശ്വാസം മഹാദേവനിൽ മാത്രമാക്കുക. നിങ്ങൾ മറ്റൊന്നിലും വിശ്വസിക്കേണ്ടെന്ന് ഗുരു പറയുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒന്നാം സ്ഥാനം മഹാദേവനുള്ളതാണ്. മഹാദേവൻ കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂ. നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഒന്നാം സ്ഥാനം മഹാദേവന് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ മഹാദേവന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അർദ്ധനാരീശ്വരനാണ്. അവിടെ നിങ്ങൾ മഹാദേവന് സ്ഥാനം കൊടുക്കുമ്പോൾ അമ്മ പാർവതി ദേവിയും സ്വാഭാവികമായിട്ട് ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തും. അങ്ങനെ നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനം മഹാദേവന് കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്നിടത്തും നിങ്ങൾ വസിക്കുന്നിടത്തും നിങ്ങൾ പോകുന്നിടത്തും നിങ്ങൾ ഉറങ്ങുന്നിടത്തും നിങ്ങൾ കിടക്കുന്നിടത്തും നിങ്ങൾ സംസാരിക്കുന്നിടത്തും നിങ്ങൾ ഇടപഴകുന്നിടത്തും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ 4 പേർ കൂടുന്നിടത്തും നിങ്ങളുടെ സകല പ്രവൃത്തികളിലും മഹാദേവൻ നിങ്ങളെ ഒന്നാം സ്ഥാനത്തെത്തിക്കും. ഇത് ഇവിടുന്ന് തരുന്ന വാക്കാണ്, ഉറപ്പാണ്. അതുകൊണ്ട് പല പല വിശ്വാസങ്ങളിൽ ഈ കുരങ്ങന്മാർ മരം ചാടി നടക്കുന്ന പോലെ നടക്കരുത്. പൊട്ടക്കിണറ്റിലെ തവളക്കുഞ്ഞായി കിടന്നുകൊണ്ട് ഈ ചുറ്റും കാണുന്നത് മാത്രമാണ് എന്റെ ലോകമെന്നും ഞാൻ ഇവിടെ കണ്ടു പഠിച്ചതാണ് ശരിയെന്നും പറഞ്ഞിരിക്കാണ്ട് ലോകത്തിന് പുറത്തേക്ക് ഇറങ്ങണം. അതിനാണ് ഗുരുവും മഹാദേവ പ്രചാരക സംഘവും ഇവിടെ നിന്ന് ശ്രമിക്കുന്നത്. ഈ പ്രഭാഷണങ്ങളൊക്കെയും ഇവിടെ തന്നെ കാണും. ഗുരു ഇവിടെ അല്പം കഴിഞ്ഞ് പ്രഭാഷണം നിർത്തിപ്പോയാലും അല്ലെങ്കിൽ ഗുരുവിന് മറ്റെന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ ഈ പ്രഭാഷണം മതിയാക്കണമെന്ന് തോന്നിയാലോ ഇതൊക്കെ ഇവിടെ തന്നെ കാണും. എടുത്ത് കേൾക്കുക, കേട്ട് പഠിക്കുക, നിങ്ങൾ പ്രചരിപ്പിക്കുക. അത് മാത്രമാണ് ഇവിടെ നിന്ന് പറയുവാനുള്ളത്. മഹാദേവൻ ഒരു കർത്തവ്യം, ഒരു കർമ്മം ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുപേരെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ഒരു കാര്യം ഇവിടെ പ്രചരിപ്പിക്കണമെന്നും അങ്ങനെ മഹാദേവന്റെ മക്കളായിട്ട് കുറച്ചുപേരെ തിരഞ്ഞെടുക്കണമെന്നും മഹാദേവൻ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് മഹാദേവ പ്രചാരക സംഘം അതിൽ വന്ന കുറച്ച് ചുണക്കുട്ടികളും ചുണക്കുട്ടന്മാരും. പ്രായം നോക്കുന്നില്ല, അവരുടെ ജോലി നോക്കുന്നില്ല. സത്യമായിട്ടും അവർ അവരുടേതായ രീതിയിൽ ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ആരോരും അറിയാതെ. എന്തിനാ? അവർ ചെയ്യുന്ന കാര്യം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണെങ്കിൽ അയാൾ വ്യക്തി അറിഞ്ഞാൽ പോരെ. അങ്ങനെ ഇതിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന് വേണ്ടി തന്നെ പലരും പറഞ്ഞാൽ ഒരുപാട് സങ്കടമുള്ള കാര്യമാണ് മക്കളെ. നിങ്ങൾ വിചാരിക്കും മഹാദേവനെ ഇത്രയൊക്കെ വിളിച്ചിട്ട് ഗുരുവേ എന്താ അങ്ങനെയെന്ന് ചോദിക്കും. സങ്കടമുണ്ട്, ചില കാര്യങ്ങളിൽ സങ്കടങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, നമ്മൾ മനസ്സിൽ കാണുന്നത് പോലെയല്ല മഹാദേവൻ കാണുന്നത്. ഇന്ന് നമ്മൾ ചോദിക്കും മഹാദേവ എന്താ ഇങ്ങനെ, ഇതിനൊക്കെ ഒരു തടസ്സങ്ങളൊക്കെ. പക്ഷെ മഹാദേവൻ വേറെന്തോ കണ്ടിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേ അത് ശരിയാകത്തുള്ളൂ. മനസ്സിലായി? അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം വസ്തുവകകൾ പോലും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതിന് അവർക്ക് മഹാദേവൻ അതിന്റെ പ്രതിഫലങ്ങൾ കൊടുക്കുന്നുമുണ്ട്.
അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൈവിട്ടു പോകുന്ന ഒരു സമൂഹം, കൈവിട്ടു പോകുന്ന ഒരു ജനത, സ്വന്തം ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ചതിയും വഞ്ചനയും ഏൽക്കേണ്ടി വരുന്നൊരു ജനം, അതാണ് ഹിന്ദുക്കൾ. അതിൽ നിന്നൊക്കെയും നിങ്ങളെ വേർതിരിച്ചെടുത്തുകൊണ്ട് നിങ്ങളെ മഹാദേവൻ എന്ന് പറയുന്ന ആ ഒരു പ്രവാഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ എത്തി നിങ്ങൾ മഹാദേവനിലേക്ക് ഒഴുകട്ടെ. അവിടെ നിങ്ങൾക്ക് എല്ലാ സമൃദ്ധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകും. മഹാദേവൻ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും, മഹാദേവൻ നിങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ട്, നിങ്ങളെ കൈവിടിവിക്കരുത്. രക്ഷകൻ മഹാദേവനാണ്. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ഓം ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ.